കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. നമ്മൾ പറയാൻ തയ്യാറുണ്ട്. വളരെ അതെ വളരെ സന്തോഷത്തിലാണ്. സംസ്ഥാനത്ത് മദ്യനിരോധനം പടിപടിയായി വരണം എന്ന് ആഗ്രഹിച്ച ഒരു സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, കാരണം ഫലപ്രദമായി ആ നയം നടപ്പിലായി വരുന്നു എന്ന ഞങ്ങളുടെ ക്ലെയിം വളരെയധികം ശരിവെക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യം. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം കേരള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അപ്ഹോൾഡ് ചെയ്തതിൽ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൽ ഇവിടെ മീഡിയ ഒക്കെ വളരെയധികം ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു പ്രശ്നം, ഇത് കുടിയല്ല ജീവിതം എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു വലിയ ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ ഫലം കണ്ട നാളുകളാണ് കടന്നുപോയത്. ബാർക്കോഴ വിവാദം, അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള ഒരുപാട് വാർത്തകളൊക്കെ ആയിട്ട് ഉണ്ടായ ഈ റിസൾട്ട് പലരും കാണാതെ പോവുകയാണ് ചെയ്തത്. കേരള സമൂഹത്തിൽ വലിയ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം മദ്യപാനത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ അവസ്ഥ കുറഞ്ഞ സമയം കൊണ്ട് മാറ്റാൻ UDF ഗവൺമെൻറ്റിന് അതിൻ്റെ മദ്യനയത്തിനും സാധിച്ചു. അതിൽ ഒരു ഭയാശങ്ക ഉണ്ടായിരുന്നു, ഇനി നിയമപരമായി എന്ത് വരും എന്നുള്ളത്. അത് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിയുടെ ഫലമായി വന്നിരിക്കുന്നത്. അല്ല, അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. കാരണം കേരളം മദ്യത്തിൽ മുങ്ങി നശിക്കുക എന്നുള്ളതാണ് ഗുരുതരമായ പ്രശ്നം. അത് ഒഴിവായി കിട്ടുന്നതിന് മുമ്പിൽ ഒരു നയം നടപ്പിലാക്കുമ്പോൾ പല മാതിരി പ്രശ്നങ്ങളും ഉണ്ടാവും. ബിസിനസ് ഗ്രൂപ്പുകൾക്ക് അതൊക്കെ പല നഷ്ടങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് മറ്റ് തരത്തിൽ ആലോചിക്കണം. അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞത് മദ്യം ഇഷ്ടം പോലെ ഒഴുക്കി കൊടുക്കുക എന്നുള്ളതല്ല. അല്ല, ഇത് മദ്യത്തിനെ കുറിച്ച് പറയാനുണ്ടോ? പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിച്ചത് വളരെ വളരെ സന്തോഷമുള്ള ഒരു വിധിയാണ്. ഈ വിധിക്ക് 3 തലങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് നിയമപരമായ വിജയമാണ്, ലീഗൽ ആയിട്ടുള്ള വിജയമാണ്, ധാർമ്മികമാണ്, രാഷ്ട്രീയമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായ വിജയമാണ്, നിയമപരമായ വിജയമാണ്, രാഷ്ട്രീയമായ വിജയമാണ്. നിയമപരമായ വിജയം എന്ന് പറയുന്ന സമയത്ത് സുപ്രീം കോടതി ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഈ നിലപാടിനെ ശരിവെച്ചുകൊണ്ട് ഏറ്റവും വലിയൊരു അംഗീകാരം നിലയിൽ കിട്ടി. ധാർമ്മികമായ വിജയം എന്ന് പറയുന്നത് ഇവിടെ കുഞ്ഞാലി സാഹിബ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളം ഇഞ്ചിഞ്ചായി മദ്യത്തിൻ്റെ വിപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു. എത്രയോ കുടുംബങ്ങൾ ഇതിൻ്റെ ഫലമായിട്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായി. ആ നിലയിൽ ഈ തീരുമാനത്തിൻ്റെ മറ്റൊരു ഡയമെൻഷൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇപ്പോൾ സജീവമായിട്ടൊരു ചർച്ച നടക്കുന്നുണ്ട്. ഈ സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് പോകുന്നതിനെപ്പറ്റി പല സ്റ്റേറ്റുകളും ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം എടുത്ത ഈ തീരുമാനവും അതിനിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അംഗീകാരവും ഇന്ത്യയിൽ തന്നെ ഇതിലേക്ക് പ്രേരകമായി തീരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും എന്നുള്ളതാണ്. രാഷ്ട്രീയ തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ. ആ തീരുമാനങ്ങൾ മുഴുവനും അതിലംഘിച്ചുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടിയുള്ള രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ UDF ഗവൺമെൻറ്റിന് കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 3 നിലയിലും ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വിജയത്തിൽ വളരെ സന്തോഷമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ കണ്ട കോലാഹലങ്ങളൊക്കെയും ഇതിൽ ക്ഷുഭിതരായിട്ടുള്ള മദ്യലോബി രാജ്യത്തുണ്ടാക്കിയതാണ്. അവരൊരുപാട് കാര്യത്തിൽ അവരുടേതായിട്ട് എല്ലാവിധ ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രവർത്തനം നടക്കുകയുണ്ടായി. സുപ്രീം കോടതി വിധിയോടുകൂടി അതിൻ്റെയും മൊന ശരിക്കൊടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പാർട്ടി കുഞ്ഞാലി സാഹിബ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തുടക്കം മുതൽ ഈ കാര്യത്തിൽ ഈ മദ്യത്തിനെതിരായിട്ടുള്ള ധാർമ്മികമായ മുന്നേറ്റത്തിൽ ഗവൺമെൻറ്റിന് കരുത്തു കൊടുത്ത ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഈ വിജയത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു അഭിമാനവും സന്തോഷവും. ഇല്ല, ഉദയകക്ഷി ചർച്ച നേരത്തെ തീരുമാനിച്ച വിഷയമാണ്. അത് ഞങ്ങൾ ഫലപ്രദമായി നടത്തി. അത് ഈ മദ്യത്തിൽ മുങ്ങിയിട്ടില്ല.
ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ഈ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പരാതികൾ അല്ലെങ്കിൽ അല്ല, ഇതിപ്പോൾ ഞങ്ങൾ പിന്നെ ഇൻസൈഡ് നടത്തിയ ഉദയകക്ഷി ചർച്ചയല്ലേ, അതിലെ കാര്യങ്ങൾ ഞങ്ങൾ പരസ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതേ അവസരം UDFൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഉള്ള ചർച്ചയായിരുന്നു അത് എന്നുള്ളത് വസ്തുതയാണ്. കോൺഗ്രസിനുള്ളിലെ നേതാക്കൾ തന്നെ, മുതിർന്ന നേതാക്കൾ തന്നെയുള്ള പരസ്പരം അവര് കത്തയക്കുന്നു, അത് കത്തയച്ചില്ല പറഞ്ഞു, ഇങ്ങനെ ഒരു പരസ്പരം പോരടിക്കുന്ന അതിലേക്കൊന്നും കടക്കാൻ ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. സർക്കാരിന്റെ മദ്യനയത്തിൽ ഇടപെടാൻ കോടതികൾക്ക് അധികാരമില്ല എന്ന പൊതുധാരണ അംഗീകരിച്ചുകൊണ്ട് 2 വാചകത്തിൽ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവമുണ്ടായി. VM സുധീരൻ ചരിത്രപരമായ വിധി എന്ന് അതിനെക്കുറിച്ച് വിശദീകരിച്ചു. വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ വിവിധ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി.